പ്രകൃതി അതിൻ്റെ വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സുന്ദരമായ ഒരിടത്തേക്കാണ് ഇന്ന് ഞങ്ങൾ യാത്ര പോകുന്നത്. പച്ചിപ്പും കുളിർമയും നിറഞ്ഞ വഴികളിൽ പിന്നിട്ട് ഞങ്ങൾ എത്തിയത് ശാന്തസുന്ദരമായ ഒരു താമരപ്പാടത്താണ്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ പച്ചിപ്പും അതിനിടയിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കളും കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കാണാം, ഇളം കാറ്റിൽ തലോടി നിൽക്കുന്ന താമരപ്പൂക്കൾ. എന്ത് ഭംഗിയാണ് അത്, ആ കാഴ്ചകൾ. അവിടെ പോയിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുക. ഇലകളിൽ മുത്തുപോലെ തിളങ്ങുന്ന നീർത്തുള്ളികൾ, അതുപോലെ തന്നെ പ്രകൃതിയുടെ ഈ മനോഹാരിത ഞങ്ങൾ ക്യാമറയിൽ, അതായത് നല്ല രീതിയിൽ നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുവാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എത്തിയ സമയത്ത് അവിടെ ഭയങ്കര മഴയുടെ ആരംഭമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അതിൽ ഷൂട്ട് ചെയ്ത് എടുക്കുവാൻ സാധിച്ചില്ല എന്നുള്ളത് ആദ്യം തന്നെ പറയട്ടെ. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏക്കർ കണക്കിന് പാടത്ത് നിറച്ചും താമര വളരെ ഭംഗിയായി പൂത്തുലഞ്ഞ് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇന്ന് SG ചാനലിലൂടെ കാണുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെല്ലാം ആ സൈഡുകളിൽ വന്ന് നമുക്ക് ആ സൈഡിൽ കൂടെ നമുക്ക് പ്രകൃതി സുന്ദരമായ ആ വഴികളിലൂടെ നമുക്ക് നടന്ന് നമുക്ക് ഈ കാഴ്ചകൾ മൊത്തത്തിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ സ്ഥലവും അതിൻ്റെ കാര്യങ്ങളും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും പരിചയമില്ലാത്ത ആളുകൾ ഇത് പറിക്കുവാൻ വേണ്ടി അതിലേക്ക് ഇറങ്ങല്. കാരണം എന്ന് വെച്ചാൽ നല്ല ആഴമുള്ള സ്ഥലമാണ്. അപ്പോൾ പരിചയമുള്ള ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് അതിനകത്ത് ഇറങ്ങി നമുക്കത് പറിച്ച് നമുക്ക് എടുക്കുവാനും സാധിക്കും എന്നുള്ളതാണ് അവിടുത്തെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഈ മഴ സമയമായതിനാൽ കൂടുതൽ നമുക്ക് ഉള്ളിലേക്ക് പോയി അതിൻ്റെ കുറച്ചുകൂടെ മനോഹരമായ ദൃശ്യങ്ങളുണ്ട്, അത് നമുക്ക് എടുക്കുവാൻ സാധിച്ചില്ല. അല്ലെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള വഴിയിലൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബോട്ട് പോലത്തെ മറ്റേ ചെറിയ വള്ളങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ അവിടെ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ചെന്ന സമയത്ത് അത് കണ്ടില്ല. അതോടൊപ്പം തന്നെ നമുക്ക് കാണാം ഒരുപാട് ആളുകൾ അവിടെ വരുന്നവർ സൈഡിൽ നിന്നും മറ്റും താമരപ്പൂക്കൾ പറിച്ചെടുത്ത് കാണാം. അതിനടുത്ത് മനോഹരമായ ഒരു ക്ഷേത്രവും കാണാൻ വീഡിയോയിൽ നല്ല മഴയാണ്. മഴ ഇല്ലാത്ത ഒരു ദിവസം കുറച്ചുകൂടെ അതിൻ്റെ കൂടുതൽ വീഡിയോകൾ എത്തിക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.